പേജ് അഗെയിൻസ്റ്റ് ദി മെഷീൻ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ചിൽ കോഴിക്കോട് സാഹിത്യ നഗരവും പങ്കുചേർന്നു. വൈകുന്നേരത്തെ കടൽക്കാറ്റേറ്റ് പുസ്തകം വായിക്കാൻ കൊച്ചുകുട്ടികളും മുതിർന്നവരും കോഴിക്കോട് ബീച്ചിലെത്തി. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ലോകത്തുനിന്നും മാറി കുറച്ചു സമയം വായനയ്ക്കായി മാറ്റിവെക്കുക എന്ന സന്ദേശവുമായാണ് കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ഭാഗമായി ബീച്ചിൽ ഗ്ലോബൽ റീഡിംഗ് ചാലഞ്ച് നടത്തിയത്. കോർപ്പറേഷനും കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത മിക്കവരും വായനയ്ക്കായി പുസ്തകവും കരുതിയിരുന്നു. പുസ്തകമില്ലാതെ എത്തിയവർക്കായി കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥാലയം 8500 രൂപയുടെ പുസ്തകങ്ങൾ സൗജന്യമായി നൽകി. മേയർ ഒ സദാശിവൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ എന്ന പുസ്തകമാണ് വായനയ്ക്കായി തിരഞ്ഞെടുത്തത്. അരുന്ധതി റായിയുടെ മദർ മേരി കം ടു മീ എന്ന പുസ്തകമാണ് മുൻ മേയർ ബീന ഫിലിപ്പ് വായിച്ചത്. കുട്ടി എഴുത്തുകാരി അഗ്ന യാമിയും വായനയ്ക്കായി എത്തിയിരുന്നു. പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ അധ്യക്ഷയായിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന റീഡിംഗ് കോർണറുകളിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിക്ക് വേണ്ടി NS മേരിയെയും അനീസ് ബഷീർ, ആര്യ ഗോപി, AK രമേശ്, സൽമി സത്യാർത്ഥി എന്നിവരെയും മേയർ ഒ സദാശിവൻ ഉപഹാരം നൽകി ആദരിച്ചു. KP രാമനുണ്ണി, കോർപ്പറേഷൻ സെക്രട്ടറി NK ഹരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ കവിത അരുൺ, VP മനോജ്, സുജാത കൂടത്തിങ്കൽ, സാറ ജാഫർ, കൗൺസിലർ നമ്പിടി നാരായണൻ, M നന്ദകുമാർ, സാഹിത്യനഗരം നോഡൽ ഓഫീസർ AK സരിത എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരതത്തിന്റെ സംസ്കാരത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്ന